ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണോ? ഈ ചോദ്യം ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. നിലവിലെ ഏകദിന നായകൻ രോഹിത് ശർമ്മയുടെ സ്ഥാനത്തേക്ക് യുവതാരം ശുഭ്മാൻ ഗിൽ വരുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. എന്നാൽ ഈ നീക്കത്തിനെതിരെ ശ്രേയസ് അയ്യരുടെ ആരാധകർ കടുത്ത പ്രതിഷേധവുമായി രംഗത്തുണ്ട്. സമീപകാലത്ത് ശ്രേയസ് അയ്യർ കാഴ്ചവെച്ച മികച്ച ക്യാപ്റ്റൻസി പ്രകടനങ്ങൾ എങ്ങനെ അവഗണിക്കുമെന്നാണ് അവരുടെ ചോദ്യം. ഈ മൂന്ന് താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് എങ്ങനെ മുതൽക്കൂട്ടാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാളായി രോഹിത് ശർമ്മ എന്ന പേര് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് രോഹിത്തിന്റെ മുഴുവൻ ശ്രദ്ധയും. 2027 ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച് തന്റെ കരിയറിന് ഒരു സുവർണ വിരാമം കുറിക്കാനാണ് രോഹിത് ശർമ്മ ലക്ഷ്യമിടുന്നത്. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് ഒരു തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് ലോകം. സെപ്റ്റംബറിൽ ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചേക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത് ശരിയാണെങ്കിൽ രോഹിത് ടീമിൽ തുടരുമെങ്കിലും നായകസ്ഥാനം ഗില്ലിന് കൈമാറും. രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യൻ ടീം സമീപകാലത്ത് മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. 2023 ഏകദിന ലോകകപ്പിൽ ടീമിനെ ഫൈനലിൽ എത്തിച്ചതും നിരവധി ദ്വിരാഷ്ട്ര പരമ്പരകൾ തൂത്തുവാരിയതും അദ്ദേഹത്തിന്റെ മികച്ച നായകത്വത്തിന് തെളിവാണ്. ടെസ്റ്റിലും ഏകദിനത്തിലും 2020യിലും ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ച രോഹിത് ടീമിന് ഒരു പുതിയ ഊർജവും ദിശാബോധവും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വ പാടവവും തന്ത്രപരമായ നീക്കങ്ങളും പലപ്പോഴും വിജയത്തിന് നിർണായകമായിട്ടുണ്ട്. യുവത്വത്തിന്റെ പ്രസരിപ്പും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളുമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്റേതായ ഇടം കണ്ടെത്തിയ താരമാണ് ശുഭ്മാൻ ഗിൽ. നിലവിൽ ഏകദിനത്തിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ ഗിൽ 2023 ICC ഏകദിന ലോകകപ്പിലും ഈ വർഷത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിയിലുമെല്ലാം ഈ സുപ്രധാന സ്ഥാനത്തുണ്ടായിരുന്നു. സമീപകാലത്ത് ഏകദിന ഫോർമാറ്റിൽ ഗിൽ കാഴ്ചവെച്ച സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു കാണിക്കുന്നു. സമ്മർദ്ദ ഘട്ടങ്ങളിൽ പോലും റൺസ് കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ അപാരമായ കഴിവ് ഏറെ ശ്രദ്ധേയമാണ്. യുവത്വത്തിന്റെ ഊർജ്ജസ്വലതയും ക്യാപ്റ്റൻസി സാധ്യതകളും അദ്ദേഹത്തെ ഭാവി നായകനായി പരിഗണിക്കുന്നതിന് പ്രധാന കാരണമാകുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമായി ഗിൽ മാറുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ. ശുഭ്മാൻ ഗിൽ നായകനാകുന്ന വാർത്തകൾ പുറത്തു വന്നതോടെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രേയസ് അയ്യരുടെ ആരാധകർ. ഏകദിനത്തിൽ ഇന്ത്യയുടെ അടുത്ത സ്ഥിരം ക്യാപ്റ്റനാകാൻ ഏറ്റവും കൂടുതൽ അർഹത ശ്രേയസ് അയ്യർക്കാണെന്ന് അവരുടെ വാദം. ഈ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ശ്രേയസിന്റെ സമീപകാലത്തെ അമ്പരപ്പിക്കുന്ന ക്യാപ്റ്റൻസി പ്രകടനങ്ങൾ. കഴിഞ്ഞ 15 മാസത്തിനിടെ ശ്രേയസ് അയ്യർ നേടിയ നേട്ടങ്ങൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെയും അത്ഭുതപ്പെടുത്തും. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയെ രഞ്ജി ട്രോഫി വിജയത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ നായകത്വ മികവിന് ഉത്തമ ഉദാഹരണമാണ്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ചത് ശ്രേയസിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്കും നേതൃപാടവത്തിനും ഏറ്റവും വലിയ തെളിവാണ്. ടീമിനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ ഇറാനി കപ്പിലും മുഷ്താഖ് അലി ട്രോഫിയിലും മുംബൈയെ വിജയങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് തന്റെ ഓൾറൗണ്ട് ക്യാപ്റ്റൻസി കഴിവ് അദ്ദേഹം വെളിപ്പെടുത്തി. ICC ചാമ്പ്യൻസ് ട്രോഫിയിലും പഞ്ചാബ് കിങ്സിനെ IPL റണ്ണറപ്പ് ആക്കിയതും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവിന് ഉദാഹരണമാണ്. തുടർച്ചയായി 5 പ്രധാന ടൂർണമെന്റുകളിൽ ടീമിനെ വിജയങ്ങളിലേക്ക് നയിച്ച ശ്രേയസിന്റെ പ്രകടനങ്ങൾ ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഭാവി നായകനാകാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ ആരാധകരെ പ്രേരിപ്പിക്കുന്നു. ശുഭ്മാൻ ഗിൽ അല്ല ഇന്ത്യൻ ഏകദിന ടീമിന്റെ അടുത്ത സ്ഥിരം നായകനാവേണ്ടത് ശ്രേയസ് അയ്യരാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ വിവിധ ടീമുകൾക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ റെക്കോർഡ് നോക്കൂ. ടീമിന് ICC ട്രോഫികൾ നേടിത്തരാൻ ശ്രേയസ് തന്നെയാണ് ക്യാപ്റ്റനായി വരേണ്ടത്. ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ശ്രേയസ് ആരാധകരുടെ ശക്തമായ വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നായകനെ കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ രോഹിത് ശർമ്മയുടെ അനുഭവ സമ്പത്ത്, ശുഭ്മാൻ ഗില്ലിന്റെ യുവത്വവും സ്ഥിരതയും, ശ്രേയസ് അയ്യരുടെ തെളിയിക്കപ്പെട്ട ക്യാപ്റ്റൻസി മികവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു. ഓരോ താരത്തിനും ഇന്ത്യൻ ടീമിന് നൽകാൻ വിലപ്പെട്ട സംഭാവനകളുമുണ്ട്. അടുത്ത ഏകദിന പരമ്പരയിൽ ആര് നായകനാകുമെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി നായകത്വത്തെക്കുറിച്ച് അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ നിർണായക തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി യാത്രയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത അധ്യായം എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം.